എന്റെ ശാലിനി ആ ജനൽ വഴി ആരും അകത്തേക്ക് വരാൻ പോകുന്നില്ല. എന്നാലും ഇതിന്റെ കൊളുത്ത് ശരിക്ക് വീഴുന്നില്ല. അയ്യോ, കൊളുത്തിടാൻ പറ്റുന്നില്ലേ? അപ്പൊ പ്രേതം പിന്നെയും വരും, ഉറപ്പാ. എന്റെ പൊന്നു മക്കളെ, അങ്ങനൊന്നും ഇല്ല. അതിന്റെ കാര്യം ഒന്ന് വിട്ടേക്ക്. ശാലിനി, കുട്ടികളെ വിളിച്ച് കിടക്കാൻ നോക്കിയേ. ഞാൻ പുറത്ത് സോഫയിൽ തന്നെ ഉണ്ടാവും. എന്താവശ്യം ഉണ്ടല്ലോ എന്നെ വിളിച്ചാ മതി. എന്നാ മക്കള് ചെന്ന് കിടന്നേ. ഗുഡ് നൈറ്റ്. അങ്കിള് പോയി കിടക്കട്ടെ. അയ്യോ, അങ്കിൾ അപ്പുറത്താണോ കിടക്കാൻ പോകുന്നേ? അല്ല, അങ്കിള് ദിവസം അവിടെ തന്നെയാണല്ലോ കിടക്കുന്നേ. ഇന്ന് അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പേടിയാ. വാ, അങ്കിളും ഞങ്ങളുടെ ഒപ്പം ഇവിടെ കിടക്കണം. അയ്യോ മക്കളെ, മക്കളെ. പപ്പി, സത്യം നിങ്ങൾ എന്തായി പറയുന്നേ? അങ്കിൾ എങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നേ? അങ്കിള് പുറത്ത് കിടന്നോളും. പറ്റില്ല, ഞങ്ങൾക്ക് പേടിയാ. ആ പ്രേതം ഞങ്ങളെ പിടിക്കാൻ വരും. ദേ പപ്പി, എന്റെ നല്ല അടി കിട്ടുവേ. അത് നിങ്ങക്ക് വെറുതെ തോന്നിയതാന്ന് പറഞ്ഞില്ലേ? എന്തായി കാണിക്കുന്നെ? ഇല്ല, ഞങ്ങൾ കണ്ടതാ. വെള്ളസാരി ഉടുത്ത് വരുന്ന പ്രേതമാന്നല്ലേ അമ്മ പറഞ്ഞത്? അപ്പൊ ആ വന്നത് പ്രേതം തന്നെയാ. ചെലപ്പോ ഇനി ഡ്രാക്കുളയും വരും പപ്പി. ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ അവരിങ്ങനെ വാശി പിടിക്കുന്നേ. മക്കളെ, മക്കളെ കിടന്നോ, ഞാൻ അപ്പുറത്തുണ്ട്. ഞങ്ങൾക്ക് പേടിയാ അങ്കിളെ. മക്കളെ, അങ്കിൾ പുറത്ത് കിടക്കാം. ഞങ്ങൾ ഉറങ്ങുന്നവരെങ്കിലും ഒന്ന് ഇവിടെ കിടക്ക് പ്ലീസ്. മക്കളെ, അങ്കിൾ അപ്പുറത്ത് തന്നെയല്ലേ കിടക്കുന്നേ? വിളിച്ച ആ സമയത്ത് തന്നെ ഓടി വരില്ലേ? പിന്നെ എന്തിനാ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കുന്ന? പറയുന്ന കേക്ക്. പറ്റില്ല, അങ്കിള് ഞങ്ങളുടെ ഒപ്പം കിടന്നാ മതി. ഒന്ന് സമ്മതിക്കങ്ങളെ, ഞങ്ങൾക്ക് പേടിയായിട്ടല്ലേ. ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ അങ്കിള് മാത്രല്ലേ ഉള്ളൂ. മക്കളെ, അമ്മ ഇവിടെ കിടക്ക്, ഞങ്ങൾ നടുവിൽ കിടന്നോളാം. പപ്പി പൊതപ്പെടുക്ക്, കിടക്ക്. അമ്മ കിടക്ക്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, പ്രേതം വന്നാ കാണില്ല. അവരുറങ്ങട്ടെ, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പൊക്കോളാം. കിടക്കമ്മേ, കിടക്ക്. അമ്മയും കൂടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. പപ്പി, അങ്കിളിനെ വിട്ടേക്കല്ലേ? ഇല്ല, ഞാൻ അമ്മയെ പിടിച്ചിട്ടുണ്ട്. പപ്പി, എന്തോ ഭാഗ്യത്തിനാ നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പ്രേതം നമ്മളെ എല്ലാരെയും പിടിച്ച് ചോര കുടിച്ചേനെ.